ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ്. വൃത്തിയുള്ളവരാരൊക്കെ വൃത്തിയില്ലാത്തവരാരൊക്കെ എന്നായിരുന്നു ബിഗ് ബോസിന്റെ ഇത്തവണത്തെ മോർണിംഗ് ആക്ടിവിറ്റി. നമ്മുടെ അനുമോൾ പറഞ്ഞ പേര് രേണുവിന്റേതായിരുന്നു. തലയിലൊക്കെ നിറയെ പേനാണ് എന്നും മുടിയൊക്കെ വല്ലാതെ കൊഴിയുന്നുണ്ട് എന്നും തല ചൊറിഞ്ഞ് വൃത്തിയില്ലാതെ നടക്കുന്നു എന്നുമാണ് രേണുവിനെ കുറിച്ച് അനു പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് നമ്മുടെ രേണു. അനുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും രേണു പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് രേണുവിന് സഹിക്കാൻ കഴിയാത്ത വിധം ആ വാക്കുകളൊക്കെ തന്നെയും ഹൃദയത്തിൽ താഴ്ചത്. എന്തായാലും നമ്മുടെ രേണു ഇപ്പോൾ പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞ് നമ്മുടെ രേണു പറയുന്നുണ്ട്, ബിഗ് ബോസിലേക്ക് വന്നതാണ് എല്ലാത്തിനും കാരണം. ബിഗ് ബോസിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് എന്റെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ്. ബിഗ് ബോസ് എന്നെ ദയവ് ചെയ്ത് പുറത്തേക്ക് വിടൂ. കാരണം എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എന്റെ ട്രീറ്റ്മെന്റ് ബാക്കി കൂടെ ചെയ്തേ മതിയാകൂ. എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ട്രീറ്റ്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് എന്റെ ഈ ഒരു അവസ്ഥയിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ബിഗ് ബോസിലേക്ക് വരേണ്ടത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എനിക്ക്. ബിഗ് ബോസിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്കിനി എന്റെ ട്രീറ്റ്മെന്റ് തുടരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഇതേ പഴികളൊക്കെ തന്നെയും കേട്ടിരുന്നത് ജാസ്മിൻ ആയിരുന്നു. ഇത്തവണത്തെ സീസണിൽ രേണുവാണ്. എന്തായാലും രേണുവിന് ഇത് വലിയ ദുഃഖം തന്നെയാണ് സമ്മാനിച്ചത്. അനുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് രേണു ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രേണുവിന് ഇതൊക്കെ തന്നെയും കേട്ടപ്പോൾ വലിയ ദുഃഖം തോന്നിയത്. കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ തന്നെയും ഏറ്റുവാങ്ങിയത് നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയായിരുന്നു. അന്ന് ജാസ്മിൻ അനുഭവിച്ച കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ തന്നെയും ഇന്ന് രേണു അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും രേണുവിനെ ഇപ്പോൾ കളിയാക്കിയത് അനുമോൾ മാത്രമല്ല. ഇന്നത്തെ നമ്മുടെ ലൈവിൽ തന്നെ അത് വ്യക്തമായി കാണുന്നുണ്ട്. അക്ബർ, ആദില, നൂർ, അതുപോലെ തന്നെ ശൈത്യ, സാരികയൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ രേണു സുധി ഇതിനു മുൻപും പരിഹസിച്ചിട്ടുണ്ട്. അത് പരസ്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുവാണ് എന്ന് മാത്രമുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ രേണു സുധിയുടെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും ഇനി അങ്ങനെ ചെയ്യില്ല, ഞാനിനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ. എന്നാൽ രേണു എനിക്ക് ബിഗ് ബോസിൽ നിന്നും പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്നൊന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.